ഹായ്, വെൽക്കം ബാക്ക് അബ്ബ ലവ് ആൻഡ് കുക്കിംഗ് സ്റ്റോറീസ്. ഞാൻ റൌഫ്. ഞാനിന്നിവിടെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ സുലഭമായി കിട്ടുന്ന മാങ്ങായിഞ്ചി വെച്ചിട്ടുള്ള ഒരു കിടിലൻ അച്ചാറിൻ്റെ റെസിപ്പിയാണ്. ഞാനിത് ഏത് രീതിയിലാണ് ഉണ്ടാക്കുന്നത് എന്നും ഇതിനായിട്ട് ഞാനിവിടെ എന്തെല്ലാമാണ് ഉപയോഗിക്കുന്നത് എന്നും നമുക്ക് നോക്കിയാലോ. ഞാനിവിടെ മാങ്ങയിഞ്ചി വെച്ചിട്ട് അച്ചാറുണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമുള്ളൊരു ലുക്കാണ് കേട്ടത്. നമ്മുടെ അച്ചാർ കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഈ മാങ്ങയിഞ്ചി അച്ചാർ നന്നായിട്ട് ചൂടാറി നമുക്കിത് ഭരണിയിലാക്കി വെക്കണം. എന്നിട്ടിത് നന്നായിട്ട് പഴകിയതിന് ശേഷം വേണം നമ്മളിത് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റായിട്ടാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും എൻ്റെ വീഡിയോസ് മുഴുവനായിട്ട് വാച്ച് ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. ഞാനിവിടെ മാങ്ങയിഞ്ചി ഒരു 2-3 തവണ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ഒരു കൊട്ടയിൽ വാർത്തി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ ഒരു രീതിയിലുള്ള മാങ്ങയിഞ്ചി വേണം നമ്മൾ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാൻ. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഒരു സൈസിലുള്ളതാണ് നമ്മൾ അച്ചാറിനായിട്ട് ഉപയോഗിക്കേണ്ടത്. ഈ ഒരു രീതിയിലുള്ള മാങ്ങയിഞ്ചി നമ്മൾ ഉപയോഗിക്കരുത് കേട്ടോ. ഇത് നമുക്ക് അത്ര കണ്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. അച്ചാറുണ്ടാക്കി കടിക്കുമ്പോൾ അത്ര നന്നായിട്ട് നമുക്ക് ഫീലായി കിട്ടില്ല. അപ്പോൾ നമ്മളത് മാറ്റി വെക്കാം. ഈ ഒരു രീതിയിലുള്ളതാണ് നമ്മൾ അച്ചാറിനായിട്ട് ഉപയോഗിക്കേണ്ടത്. ഇനി നമുക്കിത് അച്ചാറുണ്ടാക്കിയെടുക്കാൻ തൊലി കളയുന്നിടത്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇതിൻ്റെ തൊലി ഒരു അല്പം പോലും നമ്മുടെ ഈ അച്ചാറിൽ കൂടാനായിട്ട് പാടില്ല. അപ്പോൾ അത് കൂടിക്കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ അച്ചാർ കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതിനെ നന്നായിട്ട് ഈ കാണുന്ന രീതിയിൽ ചുരണ്ടിയെടുത്ത് നല്ല രീതിയിൽ ഇതിനെ ക്ലീൻ ചെയ്തെടുക്കാം. ഇപ്പം ഞാനിതിനെ മുഴുവനായിട്ട് ഇവിടെ ഈ രീതിയിൽ തന്നെ ഇവിടെ ക്ലീൻ ചെയ്തെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഒരല്പം പോലും തൊലി കാണാൻ പാടില്ല കേട്ടോ. ഈ ഒരു രീതിയിൽ വേണം നമ്മളതിനെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഞാനിത് മുഴുവനായിട്ട് ഇവിടെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഞാനിതിനെ ഒരു 3-4 തവണ നന്നായിട്ട് ഇതിലെ തൊലിയെല്ലാം പോകുന്ന രീതിയിൽ കഴുകി വൃത്തിയാക്കി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലെ വെള്ളം നന്നായിട്ട് വാർന്നതിന് ശേഷം വേണം നമ്മളിതിനെ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഞാനിതിനെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. കട്ട് ചെയ്തെടുക്കുമ്പോഴും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇത് വളരെ തിന്നായിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. കുറച്ച് കട്ടിയുള്ള കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്താൽ നമുക്കിത് മസാല പിടിച്ച് കിട്ടാനും അതുപോലെ തന്നെ ഉപ്പ് പിടിച്ച് കിട്ടാനും കുറച്ചൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ ഈ ഒരു സൈസിലുള്ളതാണ് ഞാനിവിടെ കട്ടാക്കി എടുത്തിട്ടുള്ളത്. ഇത് കണ്ടോ, നമ്മൾ ചിപ്സിനെല്ലാം ഏത്തക്ക കട്ട് ചെയ്തെടുക്കുമല്ലോ, ആ ഒരു രീതിയിലാണ് ഞാനിവിടെ ഈ മാങ്ങയിഞ്ചിയും കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ചില ആളുകൾ ഇതൊരു സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുക്കും. അപ്പോഴും കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ഇത് ഉപ്പ് പിടിച്ച് കിട്ടാൻ. ഈ ഒരു രീതിയിലുള്ളതാണ് ഞാനിവിടെ കട്ട് ചെയ്ത് നല്ല തിന്നായിട്ട് ഇത് ഞാനിവിടെ മുഴുവനായിട്ട് ഇവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. ഇത് കട്ട് ചെയ്തെടുത്തത് കാണാൻ തന്നെ നമ്മുടെ ഈ ചിപ്സിനെല്ലാം കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാനായിട്ട് നല്ലൊരു ഭംഗിയാണല്ലോ. ആ ഒരു രീതിയിലാണ് ഞാനിത് മുഴുവനായിട്ട് ഇവിടെ കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന രീതിയിൽ നല്ല വൃത്തിയുള്ളൊരു ചട്ടി വേണം നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കാൻ. അതിലോട്ട് നമുക്കിത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഈ സമയം തന്നെ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കല്ലുപ്പാണ് കേട്ടോ ഇതിലോട്ടായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ എന്ത് തരം അച്ചാറുണ്ടാക്കുമ്പോഴും കല്ലുപ്പ് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് കൈ ഉപയോഗിച്ച് കുഴച്ചെടുക്കണം. എന്നിട്ട് നമുക്കിതൊരു 2 മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഞാനിവിടെ അടുത്ത ദിവസമാണ് ഇത് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസം ഞാൻ ഇതിലോട്ടായിട്ട് ഒരു മസാലക്കൂട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ അളവിൽ കടുകും 1 ടീസ്പൂൺ അളവിൽ ഉലുവയുമാണ് ഉപയോഗിക്കുന്നത്. ഇത് രണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നന്നായിട്ട് ഗോൾഡൻ കളറായി കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്ന് പൊട്ടി വരുന്ന സമയം നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ നമുക്കിത് ആവശ്യത്തിനുള്ള രീതിയിലൊന്ന് പൊട്ടി കിട്ടിയിട്ടുണ്ട്. ഈ സമയം ഞാൻ ഇതിനെ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ച് ഇവിടെ പൊടിച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇവിടെ തലേ ദിവസം മാറ്റി വെച്ചിട്ടുള്ള മാങ്ങയിഞ്ചിയുടെ ലുക്കാണ് കേട്ടത്. ഇതിൽ നമുക്ക് നന്നായിട്ട് ഉപ്പെല്ലാം പിടിച്ച് കിട്ടിയിട്ടുണ്ട്. എന്നാലും ഇതിൻ്റെ ബിറ്റർ ടേസ്റ്റ് ഒന്ന് മാറി കിട്ടാനായിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിതിനെ അടുപ്പിലോട്ട് വെച്ച് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ ഉപ്പെല്ലാം ചില ഭാഗങ്ങളിൽ അലിയാത്തതുണ്ടാവും. അപ്പോൾ അതിനെ ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുത്ത് അതിലോട്ട് ഞാനൊരു 1/4 കപ്പ് അളവിൽ എണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ നല്ലെണ്ണയാണ് കേട്ടോ ഇതിലോട്ടായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് നല്ലെണ്ണ ഉപയോഗിച്ചാൽ ഇത് കൂടുതൽ കാലം കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും. ഇനി നമുക്കിതിനെ നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി എടുത്ത് ഇനി നമുക്ക് ഇതിനെ അടച്ച് വെച്ചിട്ടൊരു 2 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം.
2 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് ഓപ്പൺ ആക്കിയതിന് ശേഷം ഇതിലോട്ടായിട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഉലുവ കടുക് മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലോട്ടായിട്ട് മുഴുവനായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് ഇതിനെ മിക്സ് ആക്കി എടുക്കണം. ഇത് എല്ലാ ഭാഗത്തോട്ടും എത്തുന്ന രീതിയിൽ തന്നെ നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ഇത് വീണ്ടും അടച്ചു വെച്ചിട്ട് നമുക്കിതിനെ ഒരു 4 മിനിറ്റ് നേരം വീണ്ടും വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നന്നായിട്ടൊന്ന് വെള്ളമെല്ലാം ഇറങ്ങി വരും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടും വേണം. ഇപ്പം 4 മിനിറ്റ് കഴിഞ്ഞ് ഇത് കണ്ടില്ലേ, നന്നായിട്ട് തന്നെ നമുക്കിത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലുള്ള ആയി കിട്ടിയാൽ നമുക്ക് അതിലോട്ടായിട്ട് 1/4 കപ്പ് അളവിൽ വിനാഗിരി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വിനാഗിരിയും കൂടി ആഡ് ചെയ്ത് ഇതിനെ വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ വിനാഗിരി എല്ലാം ഈ മാങ്ങ ഇഞ്ചിയിൽ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഈ അടുപ്പിൽ നിന്ന് വേറൊരു അടുപ്പിലോട്ട് മാറ്റി വെച്ച് ഇതേ അടുപ്പിലോട്ട് തന്നെ നമുക്ക് നേരത്തെ നമ്മൾ കടുക് വറുത്തെടുത്ത് അതേ പാത്രം വെച്ച് കൊടുക്കാം. അതിലോട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ നല്ലെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നല്ലെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയം നമുക്കതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കടുക് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാനിവിടെ ഒരു അല്പം ചേർത്ത് കൊടുത്ത് ഇനി നമുക്കിത് നന്നായിട്ട് പൊട്ടി വരുന്ന സമയം അതിലോട്ടായിട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളിയാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ വെളുത്തുള്ളിയുടെ പച്ച സ്മെല്ലെല്ലാം ഒന്ന് പോയി കിട്ടുന്ന സമയം നമുക്കതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സാധാരണ ഇഞ്ചിയാണ് കേട്ടോ ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അതുകൂടി ആഡ് ചെയ്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ കരുതുണ്ടാവും മാങ്ങ ഇഞ്ചിയിലോട്ട് എന്തിനാണ് ഈ ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നത്, ഇത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ഒരു 6 പച്ചമുളക് ഈ കാണുന്ന രീതിയിൽ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ പച്ചമുളകിൻ്റെ കളറൊന്നും മാറി കിട്ടേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്ത് അതിൻ്റെ ആ പച്ച സ്മെല്ലെല്ലാം ഒന്ന് പോയി കിട്ടിയാൽ മതി. ഇപ്പോൾ നമുക്കിത് ആവശ്യത്തിനുള്ള രീതിയിലൊന്ന് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ച് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മാങ്ങയിഞ്ചി തന്നെ ഇതിലോട്ട് വെച്ച് കൊടുത്ത് ഇനി നമുക്ക് ഈ മാങ്ങ ഇഞ്ചിയിലോട്ട് ഈ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതിനെ വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ചെയ്തെടുക്കേണ്ടത്. എന്നാൽ നമ്മുടെ ഈ അച്ചാർ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇത് ഒരുമിച്ചിട്ട് വേവിച്ചെടുത്താൽ അത്ര കണ്ട് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ടാണ് ഈ രീതിയിൽ ചെയ്തെടുക്കുന്നത്. ഈ സമയം ഞാൻ ഇതിലോട്ട് ഒരു 5 ടേബിൾ സ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാശ്മീരി ഉപയോഗിച്ചാലും മതിയാവും. ഞാനിവിടെ എരിവുള്ളതാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ അച്ചാർ പൊടി കൂടി, ഇൻസ്റ്റൻറ്റ് അച്ചാർ പൊടി ഉണ്ടല്ലോ, അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ. അപ്പോൾ അതുകൂടി ചേർത്ത് നമുക്കിത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ സമയം നമുക്ക് അതിലോട്ട് ലാസ്റ്റായിട്ട് നമ്മുടെ കായത്തിൻ്റെ പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അളവിൽ കായപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കായത്തിൻ്റെ പൊടി കൂടുതൽ ആഡ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ അച്ചാർ പഴകുമ്പോൾ കഴിക്കാനായിട്ട്. ഞാനിവിടെ നന്നായിട്ട് മിക്സാക്കി എടുത്ത് 1 സെക്കൻഡ് കൂടി ഇതിനെ വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ ഇഞ്ചി അച്ചാർ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സാധാരണ ചോറും അതിൻ്റെ കൂടെ കുറച്ച് മീൻകറിയും അതിൻ്റെ കൂടെ ഈ മാങ്ങ ഇഞ്ചിയും കൂട്ടി കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇത് കൂട്ടി കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേ രീതിയിലൊന്ന് ട്രൈ ആക്കി നോക്കണേ. ഈ രീതിയിൽ നിങ്ങളെല്ലാവരും ഈ നാടൻ മാങ്ങ ഇഞ്ചി അച്ചാർ ഉണ്ടാക്കി നോക്കി അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്